celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ യോഗവും ഫൊക്കാനയുടെ ആദ്യകാല നേതാവ് TS ചാക്കോയുടെ നിര്യാണത്തിനുള്ള അനുശോചന യോഗവും സൂം മീറ്റിലൂടെ സംഘടിപ്പിച്ചു. ഫൊക്കാനയെ പ്രതിനിധീകരിച്ച് ട്രഷറർ ജോയി ചാക്കപ്പന്റെ ആമുഖത്തോടെയാണ് യോഗം ആരംഭിച്ചത്. മേരിക്കുട്ടി മൈക്കിൾ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. ഫൊക്കാന ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ യോഗത്തിൽ പങ്കെടുത്തവരെ സ്വാഗതം ചെയ്തു. സുൽത്താൻ ബത്തേരി രൂപതയിലെ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ ബർണാബാസ് തിരുമേനി, സിറോ മലബാർ ഡയസിസ് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്, ബിഷപ്പ് മാർ ടൈറ്റസ് എൽദോ തിരുമേനി, ബിഷപ്പ് മാർ എബ്രഹാം പൗലോസ്, സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മുൻ MLA VT ബൽറാം, നന്മയുടെ പ്രസിഡന്റ് UA നസീർ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ആനി പോൾ എന്നിവരായിരുന്നു വിശിഷ്ടാതിഥികൾ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ ആരംഭിച്ചിരിക്കുന്ന ഫണ്ട് റൈസിംഗിൽ എല്ലാവരും കഴിയുന്ന സംഭാവന ചെയ്യണമെന്ന് ഉണ്ണിത്താൻ അഭ്യർത്ഥിച്ചു. രോഗബാധിതനായി കേരളത്തിലെ വസതിയിൽ കഴിയുകയായിരുന്നുവെങ്കിലും ഫോണിലൂടെ അമേരിക്കൻ മലയാളികളുമായുള്ള സ്നേഹബന്ധം ഏവരുടെയും പ്രിയങ്കരനായ ചാക്കോച്ചായ നിലനിർത്തിയിരുന്നതായി ഏവരും ഓർമ്മിച്ചു. ദൈവം മനുഷ്യരെ പ്രകൃതിയുടെ സംരക്ഷകരായാണ് വച്ചിട്ടുള്ളതെന്ന ബോധ്യം പലപ്പോഴും മറന്നുകൊണ്ട് നാം അതിനെ ചൂഷണം ചെയ്യുകയാണെന്നും അതിന്റെ അനന്തരഫലമല്ലേ പ്രകൃതി ദുരന്തങ്ങളെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നതായി ബിഷപ്പ് മാർ ടൈറ്റസ് എൽദോ അഭിപ്രായപ്പെട്ടു. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ഫൊക്കാന കാണിക്കുന്ന സന്മനസ് അദ്ദേഹം അഭിനന്ദിച്ചു. വരും തലമുറയ്ക്ക് നല്ല രീതിയിൽ ഈ സുന്ദരഭൂമി കൈമാറേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയ ബിഷപ്പ് മൺമറഞ്ഞ സഹോദരങ്ങൾക്കു വേണ്ടിയും ദുഃഖാർദ്രരായ ബന്ധുമിത്രാദികൾക്കു വേണ്ടിയും പ്രാർത്ഥിച്ചു. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ സമാനതകളില്ലാത്തതും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കാമെന്ന് മന്ത്രി വാസവൻ പറഞ്ഞു. ഉറക്കം കെടുത്തുന്നതായ സംഭവങ്ങളാണ് അവിടെ നേരിൽ ചെന്ന് കണ്ടതെന്നും അവിടേക്കുള്ള ദുരിതാശ്വാസം ഏകോപിപ്പിക്കാൻ ആദ്യനാൾ മുതൽ ശ്രമിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അപ്പുറമായി മനുഷ്യനൊറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായി കുടുങ്ങിക്കിടന്ന ആയിരങ്ങളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞതായി മന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഴുക്കിൽപ്പെട്ടവരെയും മണ്ണിനടിയിൽപ്പെട്ടവരെയും എന്നേക്കുമായി നഷ്ടമായി. വീടും സകല സമ്പാദ്യവും കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ടവരാണ് ചികിത്സയിൽ കഴിയുന്നത്. അവരുടെ മാനസികാവസ്ഥ പറയാൻ സാധിക്കില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോഗ്യവകുപ്പ് അവരെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൗൺസിലിംഗ് നൽകും. മന്ത്രി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് പറഞ്ഞു. ഈ ദുഃഖക്കടലിൽ പരസ്പരം ഹൃദയങ്ങൾ ചേർത്തുകൊണ്ട് ശക്തിപ്പെടുക എന്ന സന്ദേശമാണ് വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ട് പങ്കുവച്ചത്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന ചാക്കോച്ചൻ സഹോദരതുല്യനായിരുന്നുവെന്നും ബിഷപ്പ് അനുസ്മരിച്ചു. വയനാട് ദുരന്തത്തിൽ നിന്ന് കരകയറണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, ഏവരും കൈകോർത്ത് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഗീവർഗീസ് തിരുമേനി പറഞ്ഞു. യുദ്ധഭൂമിക്ക് സമാനമായ അവിടുത്തെ അന്തരീക്ഷത്തെ വികാരപരമായല്ല വിവേകത്തോടെയാണ് നേരിടേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ സംവിധാനം പോലെയല്ല കേരളത്തിലേത്. സൈന്യത്തിനടക്കം ഭക്ഷണത്തിന് പോലും പരിമിതികളുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കേന്ദ്ര സർക്കാരുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു. ദുരന്തം സംഭവിച്ച സ്ഥലത്ത് നിന്ന് 400 മീറ്റർ അകലം മാത്രമാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പള്ളിയിലേക്കുള്ളത്. പ്രവചനാതീതമായ ഒരു പ്രതിഭാസമാണ് മരണമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സജിമോൻ ആന്റണി സംസാരിച്ചത്. ഫൊക്കാനയുടെ കേരള കൺവെൻഷനിൽ വെച്ചാണ് പിതൃതുല്യനായ ചാക്കോച്ചായനെ അവസാനമായി കണ്ടതെന്നും അദ്ദേഹം ഓർമ്മിച്ചു. വയനാടിന്റെ ദുഃഖത്തിൽ ഫൊക്കാന പങ്കുചേരുന്നുവെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.
പ്രാർത്ഥന പ്രവൃത്തിയിലൂടെ ആയിരിക്കണമെന്നും മരണപ്പെട്ടവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവരുടെ വേദന ശമിക്കുന്നതിനും ജാതിമത ചിന്തകളോ സംഘടനകളുടെ പേരോ മറന്ന് മലയാളികൾ ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അടിവരയിട്ടു. രക്ഷാപ്രവർത്തനങ്ങൾക്കു വേണ്ടി ഒറ്റക്കെട്ടായി നിന്നതുപോലെ വയനാട്ടുകാരുടെ പുനരധിവാസത്തിനായും കൈകോർക്കണമെന്നും VT ബൽറാം പറഞ്ഞു. ഈ ദുരന്തം ഏവരുടെയും കണ്ണു തുറപ്പിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശയപരമായും ഒട്ടേറെ കാര്യങ്ങൾ വിദേശ മലയാളികൾക്ക് ചെയ്യാനാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട വയനാട്ടുകാർക്കും TS ചാക്കോയ്ക്കും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. എല്ലാ സംഘടനകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരുമ എന്ന ആശയത്തോടെ സൂം മീറ്റ് സംഘടിപ്പിച്ച ഫൊക്കാനയെ UA നസീർ അഭിനന്ദിച്ചു. ചാക്കോച്ചന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം 2 ഗ്രാമങ്ങൾ ഒന്നാകെ ഒലിച്ചുപോയതിലെ അഗാധ ദുഃഖവും പങ്കുവച്ചു. TS ചാക്കോ എന്ന് പറയുമ്പോൾ ചുറുചുറുക്കോടുകൂടിയ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഓർമ്മയിൽ വരുന്നതെന്ന് ഡോക്ടർ ആനിപ്പോൾ അനുസ്മരിച്ചു. വയനാടിനെ പുനർനിർമ്മിക്കാൻ ഏവരും പ്രയത്നിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. സെന്റ് പീറ്റേഴ്സ് ചർച്ച് ന്യൂജേഴ്സിയിൽ നിന്നുള്ള റവറന്റ് ജോൺ TS, ഫൊക്കാന ട്രസ്റ്റി ചെയർമാൻ സജീവ് പോത്തൻ, ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റുമാരായ ജോർജി വർഗീസ്, പോൾ കറുകപ്പിള്ളിൽ, ഫൊക്കാനയുടെ മുൻ സെക്രട്ടറിമാരായ കലാഷാഹി, ഫിലിപ്പോസ് ഫിലിപ്പ്, മാമൻ C ജേക്കബ്, ഫ്രാൻസിസ്, ഫോമ മുൻ പ്രസിഡന്റ് അനിയൻ ജോർജ്, പിൻഡോ ചാക്കോ, വേൾഡ് മലയാളി കൗൺസിൽ മലയാളി ചീഫ് എഡിറ്റർ ജോർജ് ജോസഫ്, ജോസ് കാടാപ്പുറം, സുനിൽ തൈമറ്റം, ഡോക്ടർ മാത്യു വർഗീസ്, ജോർജ് മാമൻ കൊണ്ടൂർ തുടങ്ങിയവർ TS ചാക്കോയ്ക്കുള്ള അനുശോചനവും വയനാടിനോടുള്ള ഐക്യദാർഢ്യവും രേഖപ്പെടുത്തി. ഫ്ലഡ് ഇൻഷുറൻസ് ഉള്ളതിന് സമാനമായി ഉരുൾപൊട്ടൽ ഭീതിയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേക ഇൻഷുറൻസ് ഏർപ്പെടുത്തുക എന്നൊരു ആശയം മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോർജ് ജോസഫ് മുന്നോട്ട് വച്ചു. ഫൊക്കാനയുടെ ജീവാത്മാവായ TS ചാക്കോ അമേരിക്കൻ മലയാളികളെ ഒരു കുടക്കീഴിൽ നിർത്താൻ ശ്രമിച്ചിരുന്നതായി കലാഷാഹി ഓർമ്മിച്ചു. TS ചാക്കോയുടെ വേർപാട് അമേരിക്കൻ മലയാളികളെ സംബന്ധിച്ച് നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അനിയൻ ജോർജ് അഭിപ്രായപ്പെട്ടു. മില്ലി ഫിലിപ്പ്, രേവതി പിള്ള, മനോജ് എടമന, അപ്പുക്കുട്ടൻ പിള്ള എന്നിവരായിരുന്നു മോഡറേറ്റർമാർ. ഫൊക്കാന എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് പങ്കെടുത്ത് ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.